അതാണ് നിങ്ങളെ കഴിവിന്റെ പരമാവധി വീട് വൃത്തിയാക്കണം. വീട് വൃത്തിയാക്കൽ വലിയ ഇബാദത്താണ്. ഉമ്മമാര് ശ്രദ്ധിക്കണം. ചില സഹോദരിമാര് പറയും, അതെ നമ്മളെല്ലാം ആയുഷ്കാലം ഇങ്ങനെ തീർന്നു. എങ്ങനെ തീർന്നു? അടുക്കള കഴുകി, പാത്രം കഴുകി, തുടച്ച് വൃത്തിയാക്കി, എപ്പോഴാ? ഇതെല്ലാം വലിയ ഇബാദത്ത് തന്നെയല്ലേ? നല്ല നിയത്തോടെ ഇതൊക്കെ ചെയ്താൽ എത്ര വലിയ ഇബാദത്താ. ഒരു ഭൂമിയിൽ ചെടി വെച്ച് പിടിപ്പിക്കൽ ഇബാദത്താണ്. അനാവശ്യമായിട്ടുള്ളതൊക്കെ വൃത്തിയാക്കി ഭൂമിയെ ഒന്ന് വിശാലമാക്കൽ ഇബാദത്താണ്. അത് ഖബർ വിശാലമാവാനുള്ള കാരണമാണ്. കണ്ടോ, പാത്രം കഴുകിയാൽ പാത്രം നമുക്ക് വേണ്ടി ദ്വാരക്കൂലേ? ഒരു സദ്യ കഴിഞ്ഞു, ഒരു സൽക്കാരം കഴിഞ്ഞു, നാളെ കഴുകാം എന്ന് വിചാരിച്ചിട്ട് പാത്രം വാഷ് ബേസിൽ കൂട്ടിയിട്ടാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല, ആ വീട്ടിൽ ബർക്കത്ത് തന്നെ കുറയും. പാത്രം കഴുകി വൃത്തിയാക്കി കമഴ്ത്തി വെക്കുമ്പോ പാത്രം പറയും അത്രേ, തൊയ്യബത്തനി, നിങ്ങൾ എന്നെ ശുദ്ധിയാക്കി, അള്ളാഹു നിങ്ങളെയും ശുദ്ധിയാക്കട്ടെ.